രവീന്ദർ തൊടുവായ എന്തോന്നടി ഗംഗാധർ ദോങ്കടെ പേരുകളൊക്കെ വീരേന്ദർ ഗുമ്മ എന്ത് പേര് ഇതൊക്കെ എനിക്ക് തോന്നണേ നമ്മളിവിടെ കൊറേ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വല്ലതും വേണ്ടിട്ടായിരിക്കും. എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഞാൻ വെച്ച ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനും വിചാരിച്ചേട്ടാ ഒരു തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. മെസ്സേജ് അവൻ തന്നെ തൊഗാടിയേക്ക് വേണമെന്ന് പിന്നെ കൊടുക്കാല്ലോ വെച്ചേക്കണം. വാങ്ങി മെസ്സേജ് അയക്കി. ഇത്രയും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ ചോദിക്കായിരുന്നു. സത്യം കേട്ടാ. ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കട്ടെ. ഒരു 1000 രൂപ കൂട്ടി തരും. ചോദിച്ചു നോക്കട്ടെ. കിട്ടണമെങ്കിൽ ഇരിക്കട്ടെ. തെറിക്കോ കേക്കട്ടെ. കിട്ടിയ ഊട്ടി തൊഗാടിയാ 7000 രൂപയ്ക്ക് നമുക്ക് തരാം. ഓക്കെ. അയ്യോ അങ്ങനെയാണെങ്കിൽ 8 ചോദിക്കായിരുന്നു. വേണ്ട ചേച്ചി, അത്യാഗ്രഹം വേണ്ട. കിട്ടിയിരുന്നെങ്കിലാ കിട്ടിയ കയ്യിലിരിക്കൂലേ. വേണ്ട, 7000 രൂപ മതി. അത്യാഗ്രഹമായി പോയി. സെൻഡ് യുവർ വാട്സാപ്പ് നമ്പർ. അയച്ചോട് കൊടുക്കട്ടാ തൊഗാടിയേക്ക്. കൊടു. സെൻഡ്. ചേച്ചി ആ തൊഗാടി ഉണ്ടല്ലോ, 1000 രൂപ അഡ്വാൻസ് അയച്ചിട്ടുണ്ട്. പൈസ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യ്. എങ്കിൽ ബാക്കിയും കൂടെ ഇടാം. നോക്ക് പൈസ വന്നിട്ടുണ്ടോ. വാട്സാപ്പിലല്ലേ? ഈ ഒരു ലിങ്ക് ആണ് തന്നേക്കണത്. ലിങ്കാ? നോക്കി നോക്ക്. അതിൽ കയറി ചെക്ക് ചെയ്യാം പൈസ വന്നിട്ടുണ്ടോ. അതാ പാസ്വേഡ് അടിക്കാം. പാസ്വേഡ് തോന്നായിരുന്നു. വന്നാ പൈസ വന്നാ? 1000 rupees ഡെബിറ്റഡ്. ഡെബിറ്റഡാ? എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിന്നാ? അതിങ്ങോട്ട് വന്നോ ചേച്ചി? അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നേ? 5000. 6500 രൂപ. അയ്യോ, 6200. ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതോ അക്കൗണ്ടിലോട്ട് പൈസ പോയെന്ന്. അതെങ്ങനെ പോയി? എന്റെ ഭഗവാനെ, പൈസ പോയാ? എന്തുവായിരുന്നു നീ പിടിച്ച് ചെക്ക് ചെയ്ത്? ഞാൻ ഒന്നും ചെയ്തില്ല. ചേച്ചിയല്ലേ പാസ്വേഡ് കൊടുത്തത്? ഞാൻ പാസ്വേഡ് അടിച്ച് നീ അടിക്കാൻ പറയുമ്പോ ഞാൻ അടിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അടുത്തല്ലേ ഇരിക്കണ ചേച്ചിയുടെ. എടി എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞു. പൈസ പോയാ? എന്റെ ദൈവമേ, ഇങ്ങനെ അറിഞ്ഞു. രവിയുടെ അടുത്ത് എന്റെ കാര്യം പറയല്ലേ, ഞാൻ അതിലുണ്ടെന്നേ പറയല്ലേ. പിന്നെ എല്ലാം ഞോട്ടേക്ക് ഞാൻ ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യും. എന്തും ചെയ്ത് അറിഞ്ഞൂടാ. ഉള്ള പൈസയും പോയിപ്പിച്ച്